പരിപാടിക്കിടയിൽ വർണ്ണാത്മകമായ ഒരു പരിപാടിക്കിടയിൽ എന്തിനാണ് ഇങ്ങനെ ഒരു പരിപാടി എന്ന് പലർക്കും തോന്നിക്കാണും. എൻ്റെ കുട്ടികളൊക്കെ എന്നോട് പലരും വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സമ്മാനം സ്റ്റേജിൽ വെച്ച് തരുമോ എന്ന്. ജീവിതത്തിൽ കാണികളായി വന്ന പ്രിയപ്പെട്ടവരെ, കലകൾ കാണാൻ വേണ്ടി കാണികളായി വന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കാലം കഴിഞ്ഞാൽ നിങ്ങൾ ഈ കഥകൾ മറക്കും, നിങ്ങൾ ഈ പാട്ടും ഗാനവും മറക്കും. പക്ഷേ ഈ സ്റ്റേജിൽ വെച്ച് സമ്മാനം വാങ്ങിച്ച മെഡലുകളും ട്രോഫികളും ഓവറോളുകളും ചാമ്പ്യൻഷിപ്പുകളും മൊമെന്റോകളും അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും വാങ്ങിച്ച ഞങ്ങളുടെ മക്കൾ ഒരിക്കലും അവരുടെ അകതാരിയിൽ നിന്ന് ജീവിത അവസാനം വരെ അത് മറക്കുകയില്ല. ഇത് പൂത്തിരിയല്ല, ഈ സമയം പൂത്തിരിയല്ല, ഇത് ഉല്ലാസപ്പൂത്തിരിയാണ്. ഞങ്ങളുടെ മക്കൾ അവരിന് വേണ്ടി അവരുടെ നിരന്തരമായ പരിശ്രമം കൊണ്ടാണ് ഇത്തരത്തിലുള്ള LSS 10-12ഓളം LSS ഞങ്ങൾക്ക് ലഭിച്ചതെന്ന് സൂചിപ്പിക്കുകയാണ്. നേരത്തെ നിങ്ങൾ ഇവിടെ കണ്ട ഡാൻസുകളും പാട്ടും ആട്ടവും എല്ലാം സ്കിറ്റുകളും അതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതിനേക്കാളുള്ള തെളിച്ചമുണ്ട്, അതിനേക്കാൾ വെളിച്ചമുണ്ട്, അതിനേക്കാൾ കാന്തിയുണ്ട് കുട്ടികളുടെ മുഖത്ത്. അവർ അവാർഡുകൾ ഏറ്റുവാങ്ങുമ്പോൾ അധ്വാനത്തിന്റെ ഫലം ഒരു സദസ്സിന്റെ മുമ്പിൽ വെച്ച് കൊടുക്കുമ്പോൾ ഏറ്റുവാങ്ങുമ്പോൾ അവർക്ക് വല്ലാത്ത ഉഷാറാണ്, ഉന്മേഷമാണ്. നേരത്തെക്കാൾ വലിയ പരിപാടിയാണ് ഇത് എന്ന് ഞാൻ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി അല്പം വൈകിയെങ്കിലും ഞങ്ങൾ സംഘടിപ്പിച്ചത്. കുട്ടികളുടെ ചോദനവും പ്രചോദനവും പ്രോത്സാഹനമൊക്കെ ജീവിതത്തിൽ അത് വല്ലാത്ത അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. സഹകരിച്ചവർക്ക്, സഹായിച്ചവർക്ക്, മുന്നണി പോരാളികൾക്ക്, പിന്നണികൾക്ക്, മുന്നിൽ നടന്നവർക്ക്, പിന്നിൽ നടന്നവർക്ക്, എല്ലാവർക്കും എന്നുമെന്നും തറയിൽ വെക്കാതെ ഞങ്ങളെ താങ്ങുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർക്ക്, എൻ്റെ പ്രിയപ്പെട്ട BPC സാറിന്, ഓട്ടോ ഡ്രൈവർമാർക്ക്, മറ്റ് എല്ലാവർക്കും, വെള്ളി വെളിച്ചം, ശബ്ദവീജി, മറ്റ് എല്ലാവർക്കും വിട്ടുപോയിട്ടുണ്ട് എന്നറിയാം. സമയത്തിൻ്റെ അപാകത മാത്രമാണ്. നിങ്ങൾ ഇരിക്കുമെങ്കിൽ നേരം വെളുക്കോളം നമ്മൾ നന്ദി പറയും. നമുക്കതിന് സമയമില്ല, നമുക്കതിന് പ്രശ്നമൊന്നുമില്ല. എല്ലാവരോടും ബാബുകൾ പറയുന്നു, രക്ഷിതാക്കളോട്, പ്രിയപ്പെട്ടവരോട്, ശ്രദ്ധിച്ച ശ്രോതാക്കളോട്, എല്ലാവർക്കും, അടുക്കളക്കാരോട്, ഞങ്ങളെ മക്കളെ റീചാർജ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അടുക്കളയുടെ